ഹായ്, നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും ഓരോ പുതിയ രക്തപാതമാണ് തുറക്കുന്നത്. ആൾക്കൂട്ടക്കൊലകൾ, മതവർഗീയ സംഘർഷങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, വെടിവയ്പ്പുകൾ. ഇവയെല്ലാം നമുക്ക് ഇന്ന് വളരെ പരിചിതമായ വാക്കുകളായിരിക്കുകയാണ്. പക്ഷേ ഓരോ ആക്രമണങ്ങളും ഓരോ രാഷ്ട്രീയ കഥകളാകുമ്പോൾ അതിൻ്റെയെല്ലാം സത്യം എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾ, അവയ്ക്ക് പിന്നിലെ രഹസ്യ ശക്തികൾ, രാഷ്ട്രീയ ദുരാരോപണങ്ങൾ, ഭരണകൂടങ്ങളുടെ പ്രതികരണങ്ങൾ, ഇവയെല്ലാം നമുക്ക് നോക്കേണ്ടതല്ലേ? സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ എന്നത് ഒരു പുതിയ രാഷ്ട്രം മാത്രമായിരുന്നില്ല, ഒരു പരീക്ഷണശാല കൂടിയായിരുന്നു. പിറന്നു വീണ കുഞ്ഞിനെ പോലെയുള്ള ഒരു രാജ്യത്തെ വളർത്തിയെടുക്കാൻ കഷ്ടപ്പെട്ട അന്നത്തെ ഭരണാധികാരികൾക്ക് മുന്നിൽ ഒരു വൈറസിനെ പോലെയാണ് വിഘടനവാദവും മറ്റ് രാഷ്ട്രീയ അജണ്ടകളുമായി തീവ്രവാദി പ്രസ്ഥാനങ്ങൾ കടന്നുവരുന്നത്. ആ ഒരു വൈറസിനെ ചികിത്സിച്ച് ഭേദമാക്കുമ്പോൾ മറ്റൊന്നും ഉയർന്നു വന്നിരിക്കും. ഇവയിൽ ചിലത് രാഷ്ട്രത്തിൻ്റെ തലവന്മാരുടെ ജീവനെടുക്കുന്ന അവസ്ഥയിൽ വരെ എത്തി. അക്കാലത്ത് ഇന്ത്യ നേരിട്ട വലിയ ഭീഷണികളെന്നത് നോർത്ത് ഈസ്റ്റ് വിഘടനവുമായി ബന്ധപ്പെട്ട തീവ്രവാദികളും മറ്റ് നക്സൽ പ്രസ്ഥാനങ്ങളുമൊക്കെ ആയിരുന്നു. എങ്കിൽ 1990കളോടുകൂടി സ്ഥിതി തികച്ചും മാറി. 1993 മുംബൈ സ്ഫോടനങ്ങൾ, 2001 പാർലമെന്റ് ആക്രമണം, മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് 2006 നടന്നത്, 2006-08 കാലഘട്ടങ്ങളിലെ മലേഗാവ് സ്ഫോടനം, 2007 മക്ക മസ്ജിദ് സ്ഫോടനം, അജ്മീർ ദർഗ സ്ഫോടനം, 2008 നടന്ന മുംബൈ അറ്റാക്ക്. ഈ പറഞ്ഞതിലുമേറെ ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ അക്കാലഘട്ടങ്ങളെ രൂപപ്പെടുത്താൻ ഉതകിയ, അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ചമയ്ക്കാൻ കാരണമായ ടേണിംഗ് പോയിന്റുകളായ ആക്രമണങ്ങളാണ്. പിന്നീട് 2019 ഇന്ത്യൻ സൈന്യത്തിന് നേരെയുണ്ടായ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണമായ പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്നു. പിന്നെ മനസാക്ഷിയെ ഞെട്ടിച്ച ഗാൽവാൻ വാലി അറ്റാക്ക്. പിന്നീട് ഏറ്റവും അവസാനം നടന്ന ഡൽഹി സ്ഫോടനം. അതുപോലെ തന്നെ മാധ്യമങ്ങളോ ഭരണകൂടങ്ങളോ തീവ്രവാദി ആക്രമണങ്ങളുടെ ഗണത്തിൽ പെടുത്തിയിട്ടില്ല എങ്കിലും എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളും ചില സ്വയം പ്രഖ്യാപിത സംരക്ഷണ സേനകളും നടത്തുന്ന ആൾക്കൂട്ട കൊലകളും കലാപങ്ങളും. ഒരുപക്ഷെ പറയപ്പെട്ട തീവ്രവാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിനേക്കാളേറെ മനുഷ്യർ ഇവരുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയോ പരിക്കുപറ്റുകയോ ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ഇന്ത്യക്ക് സമാനമായ ഭീഷണികളാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ ആക്രമണവും ഒരു സിംഗിൾ നെറേറ്റീവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. നിരവധിയായ കാരണങ്ങളും ആക്രമണ പ്രത്യാക്രമണ പരമ്പരകളും ഇതിനൊപ്പം നടന്നു പോകുന്നുണ്ട്. മതവർഗീയ ധ്രുവീകരണങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകളുടെ ഇടപെടലുകൾ, രഹസ്യാന്വേഷണ പരാജയങ്ങൾ, പ്രാദേശികമായ അസമത്വവും തൊഴിലില്ലായ്മയും വിഭജന രാഷ്ട്രീയവും, പിന്നെ പോലീസിനെയും സുരക്ഷാ ഏജൻസികളെയും രാഷ്ട്രീയ വലയത്തിലാക്കുന്നതിൽ തുടങ്ങി നിരവധി തലങ്ങളായാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്നത് ഇവ പലപ്പോഴും രാഷ്ട്രീയ ആയുധങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നടക്കുന്ന ചില ആക്രമണങ്ങൾ അതിദേശീയതാ ക്യാമ്പയിനുകൾ ശക്തമാക്കാനായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അവർ എന്ന വിഭജന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഇന്ധനം തീവ്രവാദി ആക്രമണങ്ങളാണ്. ഇതിൽ മാധ്യമങ്ങളുടെയും പങ്ക് വളരെ വലുതാണ്. TRP ലക്ഷ്യമിട്ട് ചില വാർത്തകൾക്ക് സെൻസേഷണൽ കവറേജ് നൽകി മണിക്കൂറുകൾ ചർച്ച ചെയ്യുമ്പോൾ ചിലതിനെതിരെ കുറ്റകരമായ മൗനം പാലിക്കുകയും ചെയ്യുന്നു. ഇവ പലപ്പോഴും ഇരകളുടെ ശബ്ദത്തെ ഇല്ലാതാക്കി രാഷ്ട്രീയ ക്യാമ്പയിനുകളായി മാത്രം ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ ഇவ்விധം തന്നെ പോകുന്നത് ഇന്ത്യയുടെ സുസ്ഥിരമായ ഭാവിക്കും സുരക്ഷയ്ക്കും ഒട്ടും അഭികാമ്യമല്ല. അതിനായി ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വിഭജന ചിന്തകൾ ഒഴിവാക്കി എല്ലാവരും നാം ഭാരതീയരാണ് എന്ന ചിന്തയിലേക്ക് ഉണർത്തിക്കൊണ്ടുവരാൻ ഭരണകൂടം തന്നെ മുൻകൈയെടുക്കണം. പിന്നെ രഹസ്യാന്വേഷണവും സുരക്ഷാ സംവിധാനങ്ങളുമെല്ലാം രാഷ്ട്രീയമുക്തമാക്കി പൂർണ്ണമായും പ്രൊഫഷണലാക്കി മാറ്റണം. കൂടാതെ പ്രാദേശികമായ അസമത്വങ്ങൾ ഇല്ലാതാക്കി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകി ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യണം. ജനങ്ങളെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളവരാക്കി മാറ്റണം. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന, സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം.
തീവ്രവാദത്തെ നശിപ്പിക്കാൻ ഭരണകൂടത്തിന്റെ ഉരുക്കുമുഷ്ടിക്കോ യന്ത്രത്തോക്കുകൾക്കോ മാത്രമാവില്ല. സത്യം, സഹിഷ്ണുത, നീതി, ന്യായം ഇവയെല്ലാം കൃത്യമായി ചേർന്നാൽ മാത്രമേ ഈ സാമൂഹ്യ വിപത്തിനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്താനാകൂ. ഇതിനെല്ലാം നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.